ഒരു കാര്യം ചോദിക്കാണ്ട് എന്ത് സമയത്ത് വൈഫിന് എന്ത് 20 പവൻ എന്താ വാങ്ങിക്കൊടുത്തെന്ന് കേൾക്കണ്ടല്ലോ ഉള്ളതാണ്. എന്തെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടിയാണ്ട് ആരെങ്കിലും പേരില് ഇങ്ങോട്ട് ഓരോന്ന് അടിച്ചങ്ങോട്ട് പോടും. അത് പാവണം, ആ താടിയും ആ വലിപ്പം തന്നെ ഉള്ളൂ. അത് രണ്ടാള് ചെന്നാൽ ചിലപ്പോ ഇതാവും. അങ്ങനത്തെ ആളെ നമ്മളെ സുഹൃത്തട്ടോ. എല്ലാവർക്കും നമസ്കാരം. പാണ്ടിക്കാട് കുഞ്ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബറാണ്. കുഞ്ഞാൻ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നറുക്കെടുപ്പ് പരിപാടി കുഞ്ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. നറുക്കെടുപ്പ് കുറേ പൈസ ആൾക്കാരിൽ നിന്ന് പിരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഈ നറുക്കെടുപ്പ് നടക്കുന്ന ദിവസം കുറേ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു വലിയൊരു ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്ക്വയറിലുള്ളൊരു ബോക്സിനകത്ത് കുറേ പേരൊക്കെ എഴുതിയിട്ടിട്ട് ഷഫിളൊന്നും ചെയ്യാണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഈ പറയുന്ന കൂപ്പൺ എടുത്തു. കൂപ്പൺ പേരുകളെന്നൊക്കെ പറയുന്നത് എൻ്റെ അപ്പനും എൻ്റെ അപ്പൂപ്പനും എൻ്റെ മുത്തശ്ശനും എൻ്റെ മുത്താപ്പനും എന്നൊക്കെ പറഞ്ഞ പോലെ എന്താണോ പ്രൈസ് മണി, എന്താണോ പ്രൈസ്, ആ പ്രൈസ് ആരാണോ പ്രഖ്യാപിച്ചത് അവരുടെ കുടുംബക്കാർക്ക് തന്നെ പ്രൈസ് കിട്ടുന്നൊരു പരിപാടി. ഇതായിരുന്നു കുഞ്ഞൻ്റെ ലോട്ടറി സ്കാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോട്ടറി സ്കാമിലുപരി നറുക്കെടുപ്പ് സ്കാം എന്ന് പറയുന്നത്. ആ കുഞ്ഞാൻ അതിൻ്റെ പൈസയൊക്കെ കിട്ടി, അതിൽ ഭാര്യയ്ക്ക് 20 പവൻ സ്വർണ്ണമൊക്കെ മേടിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ കുഞ്ഞാൻ തന്നെ പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ആ വിഷയം മാത്രമല്ല. കുഞ്ഞാൻ സായിനെ വിളിച്ചിട്ട് നമ്മുടെ അച്ചായൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, കുഞ്ഞാൻ സായിനെ വിളിച്ചിട്ട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കേട്ടപ്പോൾ ശരിക്കും കുഞ്ഞാൻ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ അതോ അങ്ങനെയാണോ എന്ന് തോന്നിപ്പോയി. അതായത് ഒന്ന് ഡൗൺ ആകുമ്പോൾ ചില ആൾക്കാർക്കുണ്ടാകുന്നൊരു അസ്കിതയാണ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ പോയി ചാടുക. അങ്ങനെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് എന്തായാലും ഇതിൽ ആദ്യത്തെ പരിപാടി നോക്കാം. അതായത് കുഞ്ഞാൻ വൈഫിന് 20 പവൻ്റെ ഗോൾഡ് മേടിച്ചു കൊടുത്ത ഒരു കഥ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഒരു കാര്യം ചോദിക്കാണ്ട് എന്ത് സമയത്ത് വൈഫിന് എന്ത് 20 പവൻ എന്താ വാങ്ങിക്കൊടുത്തെന്ന് കേൾക്കണ്ടല്ലോ ഉള്ളതാണ്. അത് ഒന്നാമത് സത്യത്തില് നമ്മള് ലോട്ടറി നടത്തിയിരുന്നില്ലേ, ലോട്ടറി എടുത്താണ്ട് ആകെ ഒരു വിവാദം ചെയ്യുന്നില്ലേ. അപ്പൊ ആ ലോട്ടറിന്റെ പൈസ ഒക്കെ എപ്പോഴാണ് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് സ്വർണ്ണം ഒരു 20 പവൻ നമ്മൾ വാങ്ങിയത്. കൊറേ കമന്റ് വന്നു 20 പവൻ. സത്യമാണ്. ഇതുമ്പാടെ പിടിച്ചാണ്ട് ഇനി ആൾക്കാരായിട്ട് വരുന്നതിനുള്ളൂ. നമുക്ക് മത്തായി പറഞ്ഞ മാതിരിയാ സംഭവം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. വെറുതെ ഒരു വിഷയം ഇട്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ചേർത്ത് വെച്ച് സംസാരിക്കും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേര് സംസാരിക്കും. അങ്ങനെ സംസാരിക്കാൻ വേണ്ടി തന്നെ എടുത്തിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. കമൻറ്റിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗോൾഡ് മേടിച്ച് കൊടുത്തോ അല്ലെങ്കിൽ ആ പൈസയ്ക്ക് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് കുഞ്ഞാൻ പറയുന്നൊരു കാര്യമാണിത്. എനിക്ക് ആദ്യമൊക്കെ ഇയാളുടെ സംസാരവും ഇയാളുടെ ഒരു ശൈലിയൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നെ അതൊരു വെറുപ്പിക്കലായിട്ട് തോന്നി തുടങ്ങി. കാര്യം ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് ഇടിച്ച് കയറുന്നൊരു പരിപാടിയും. ഇടയ്ക്ക് നമ്മുടെ ആക്ടർ സിദ്ദീഖ് അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ ഓടിപ്പോയിട്ട് തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴേക്കും ആർക്കാലും അതൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അദ്ദേഹം കൈ തട്ടി മാറ്റി. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നപ്പോൾ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് സിദ്ദീഖിനെതിരെ ഒരു കേസ് വന്ന സമയത്ത് കുഞ്ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മുതലാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്നത്. അതായത് അയാൾക്ക് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അയാളെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞാൻ അത് ആഘോഷമാക്കും. അങ്ങനെ ആഘോഷമാക്കിയൊരു ഫോൺ കോളാണ് നമുക്ക് അടുത്ത് കേൾക്കാനുള്ളത്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. അത് പാവണം, ആ താടിയും ആ വലിപ്പം തന്നെ ഉള്ളൂ. അത് രണ്ടാള് ചെന്നാൽ ചിലപ്പോ ഇതാവും. അങ്ങനത്തെ ആളെ നമ്മളെ സുഹൃത്താട്ടോ, നമ്മളെ ചങ്കാണ്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് മനസ്സിലായല്ലോ. സായിനെ കുറിച്ചാണ്. സായി ഇപ്പോൾ അച്ചായൻ ഗോൾഡിൽ അച്ചായനോട് ചോദിച്ച 1-2 ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെ സംബന്ധിച്ച് സായിനെ കുറേയധികം ആൾക്കാർ വിമർശിക്കുകയുണ്ടായി. പക്ഷെ ഒരിക്കലും സായി അവിടെ അച്ചായൻ ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. ഈ ഫോൺ കോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൾ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ആ വാട്സപ്പ് ചാറ്റ്, വോയിസ് മെസ്സേജ്, ഇതൊന്നും സായിയുടെ ചാനലിൽ കണ്ടിട്ടില്ല. സായി ചോദിച്ച 2 ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ റെലവൻ്റ് ആണ്. നമ്മൾ 1-2 വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ റെലവൻ്റ് ആണ്. അതിന് മറുപടി ഇതുവരെയും അച്ചായൻ പറഞ്ഞിട്ടുമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സായിനെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. അച്ചായൻ ചാരിറ്റി നിർത്തണമെന്നോ ചാരിറ്റി ചെയ്യണമെന്നോ ഇതൊന്നും ആരും പറഞ്ഞൊരു കാര്യമല്ല. അച്ചായൻ തന്നെ സ്വയം പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചാരിറ്റി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അച്ചായൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് വീണ്ടും അത് മാറ്റി പറഞ്ഞു. ഞാൻ ചാരിറ്റി കണ്ടിന്യൂ ചെയ്യുവാണ്. നല്ല കാര്യം, അച്ചായൻ ചാരിറ്റി ചെയ്യണം. ഒരുപാട് പേര് ആ സഹായം ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ സഹായിക്കണം. ഇതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതിലെല്ലാം ഒരു സുതാര്യത ഉണ്ടാവണം. ഒപ്പം ഈ പറയുന്ന ചാരിറ്റി സഹായം സ്വീകരിക്കുന്ന ആൾക്കാരുടെ മുഖം, ആ കുട്ടികളുടെ മുഖം അച്ചായൻ ബ്ലർ ചെയ്ത് തുടങ്ങി. അതുപോലെ മ്യൂസിക് ഒഴിവാക്കി തുടങ്ങി. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ മുഖം ബ്ലർ ചെയ്യുന്നതോടൊപ്പം മുതിർന്നവരുടെ മുഖം കൂടി ബ്ലർ ചെയ്യുക. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരാളൊരു സഹായം വാങ്ങുന്നത് അവൻ അത്രയും ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയത്താണ്. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്നത് അത്രയും സാഹചര്യം മോശമാകുമ്പോഴാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ മുതലെടുക്കാൻ പാടില്ല. നമ്മളൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം അവനും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ സഹായം വാങ്ങുന്നവരെ
ഉടൽ കാണിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ മുഖം കാണിക്കുന്നത്? സോ ആ മുഖം കൂടി അങ്ങ് ബ്ലർ ചെയ്ത് മാറ്റിയാൽ അത് അത്യാവശ്യം എഡിറ്റിംഗ് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. കാരണം കുട്ടികളുടെ മുഖം ബ്ലർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിൻ്റെ മുഖം പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് അത് എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. ഈ കുട്ടികളുടെ മുഖം ബ്ലർ ചെയ്യുന്നതോടൊപ്പം തന്നെ മുതിർന്നവരുടെ മുഖം കൂടി ബ്ലർ ചെയ്യുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ചേഞ്ച് ആയിരിക്കും അച്ചായൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ. ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പോൾ സായി ആ ചോദ്യം ചോദിച്ചതുകൊണ്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ അങ്ങനെ കണ്ടത്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പോകുന്ന പോലെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറേ ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. ഇവിടെ പാണ്ടിക്കാട് കുഞ്ഞാന് കിട്ടിയൊരു അവസരമാണ് സായിനെ അടിക്കാൻ വേണ്ടി. അതായത് സായി ഞാൻ എൻ്റെ ചങ്കാണ്, സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് സായിനെ കുഞ്ഞാനൊന്ന് വിളിക്കുന്നുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾ വെറുതെ ഒരു കാര്യമില്ല. നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ ഈ വിളിച്ചാലും പടം ഫോൺ എടുക്കും. ഞാനൊന്ന് വിളിച്ചാണ്ട് എന്താണ് അച്ചായൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു നോക്കണം. ചോദിച്ചോട്ടെ. എന്തുകൊണ്ടാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ഇങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ടാക്കണമെന്നറിയോ? ഈ ലോട്ടറി സ്കാമിംഗ് ഉണ്ടായ സമയത്ത് സായിയാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞാനെ എതിർത്ത് സംസാരിച്ചത്, വീഡിയോ ചെയ്തത് ഒക്കെ സായി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ സായിനെ തിരിച്ചടിക്കാൻ കിട്ടുന്ന അവസരമാണല്ലോ, അതൊരിക്കലും കുഞ്ഞാൻ പാഴാക്കില്ല. അതായത് മറ്റേ എന്താ പറയുക, പതിയിരുന്ന് കൊത്തുന്നൊരു പാമ്പായിട്ടാണ് എനിക്ക് കുഞ്ഞാനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ആ സ്ഥിതിയുടെ ആ ഫോട്ടോയുടെ വിഷയം വന്നപ്പോൾ മനസ്സിലായൊരു കാര്യമാണ്, ഇയാൾ കാത്തിരുന്ന് പണിയെടുക്കുന്ന ഒരാളാണെന്നുള്ളത്. അപ്പോൾ അതേ കാര്യം തന്നെ ഇവിടെയും പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്യുന്നുണ്ട്. സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കണം, റിപ്ലൈ ഒക്കെ നമുക്ക് കേൾക്കാനുണ്ട്. കേട്ട് നോക്കാം. സോൾവ് ചെയ്തോ കാര്യങ്ങൾ? ഒന്ന് സോൾവ് ചെയ്തോ. ഞാൻ ഒന്ന് വിളിച്ചോ, എടുക്കോ നോക്കാം. സായി ഫോൺ എടുക്കുമോ നോക്കുക, നമുക്ക് എടുക്കോ നോക്കാം. നമ്മളടിച്ചാൽ ഇതുവരെ എടുക്കാതൊന്നുമില്ല. സായേ എൻ്റെ അടുത്ത് ഒരുപാട് മീഡിയക്കാരുണ്ട്. ആദ്യം തന്നെ എന്നോട് ഓപ്പണായിട്ട് പറയണം. മീഡിയ ഒരുപാട് മീഡിയന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പിന്നെ അനക്ക് അടിച്ചാൽ എടുക്കുമെന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ അത് ലൗഡ് സ്പീക്കറാണ്. പിന്നെ അപ്പൊ ഓല് പറയണ സായി പേറിലാണ്. ഇത് എന്താണ് ഏറായത്, എന്താണ് അത് പറഞ്ഞ? കുഞ്ഞാൻ അറിയത്തില്ല സായി എയറിലാണ്, എന്താ കാര്യം എന്നുള്ള കുഞ്ഞാൻ അറിയത്തില്ല. സായിയോട് ചോദിച്ചു, സായി തന്നെ പറഞ്ഞാലേ കുഞ്ഞാൻ അറിയത്തുള്ളൂ. കൊള്ളാം. എന്താണ് അച്ചായൻ എന്തേലും പറഞ്ഞോ? ജിഞ്ച സുഹൃത്താണെന്ന് പറഞ്ഞാണ്ട് ഞാൻ എല്ലാവരോടും നടക്കുമ്പോൾ അച്ചായൻ എന്തേലും പറഞ്ഞോ? ഏതോ ഒരു അച്ചായൻ. അപ്പൊ അച്ചായൻ ആരാണെന്നും കുഞ്ഞാൻ അറിയത്തില്ല. ഏതോ ഒരു അച്ചായൻ. സായി എയറിലാവാനുള്ള കാരണം കുഞ്ഞാൻ അറിയത്തില്ല. ഏതോ ഒരു അച്ചായനാണ്. അപ്പൊ അച്ചായൻ ആരാണെന്ന് കുഞ്ഞാൻ അറിയത്തില്ല. ബാക്കി ആ ഗോൾഡ് അച്ചായനെ കുറിച്ചാണ്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആ ആ ആ അപ്പൊ പൊന്നാര സായിയെ ഞാനൊരു കാര്യം എന്നോട് ചോദിച്ചാണ്, അനക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ? ഇതിനെ കുറിച്ച് വർത്താനം പറഞ്ഞു. ഇതാരാ ചോദിക്കുന്നേ? നാട്ടുകാരുടെ നിന്ന് പൈസ വാങ്ങി അത് മുക്കി അതിന് ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും ഒക്കെ സമ്മാനം കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന കുഞ്ഞാൻ തന്നെ സായിയോട് ചോദിക്കണം, അനക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന്. കുഞ്ഞാൻ എന്ത് പണിയാണോ ചെയ്യുന്നത്? യൂട്യൂബിൽ വീഡിയോ എടുത്ത് തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പണിയുണ്ടോ കുഞ്ഞാന്? അപ്പോൾ തനിക്ക് എന്ത് യോഗ്യതയുണ്ട് സായിയോട് ചോദിക്കാനായിട്ട്? കൊള്ളാം. ഇജ്ജ് 10 ലക്ഷം വാങ്ങണ്ടിച്ച് ആൾക്കാരെ എന്നിട്ടാണ് വാങ്ങണമെന്നാണ് പറയണതേ. അവിടെ പറഞ്ഞ വാക്കെന്ന് പറയുന്നത് ആൾക്കാരുടെ പച്ചയിറച്ചി എന്നിട്ടാണ് വാങ്ങുന്നതാണ് പറഞ്ഞു വന്നു. അതാണ് അത് അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. കുഞ്ഞാനെ പോലുള്ള ആൾക്കാർ ഫ്രോഡത്തനം കാണിക്കുമ്പോൾ ഇതിനെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് യൂട്യൂബിലിട്ട് കാശുണ്ടാക്കുന്നു. ശരിയാണ്. അപ്പോൾ കുഞ്ഞാൻ കാണിക്കുന്ന ഫ്രോഡത്തരം, കുഞ്ഞാൻ അല്ലെങ്കിൽ കുഞ്ഞാനെപ്പോലുള്ള ആൾക്കാർ കാണിക്കുന്ന ഫ്രോഡത്തരമാണ് സായി ഉൾപ്പെടുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ തൃശ്ശൂർ അരിമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അന്തിക്കാടിനടുത്ത് അരിമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപിടി കേസുണ്ടായി. 16 വയസ്സുകാരനെ 6 പേര് ചേർന്നിട്ട് മർദ്ദിച്ചു. അതിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിച്ച 2 പ്രതികളെ, അതായത് കണ്ടു നിന്നവനെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അടിച്ച 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാനും ഷഫീന ചേച്ചിയും ഓരോ വീഡിയോ ചെയ്തത്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചെയ്തു, അവർ യൂട്യൂബിൽ ചെയ്തു. ആ ഇൻസ്റ്റഗ്രാമിൽ ചെയ്ത വീഡിയോ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തി. 3 ലക്ഷത്തിന് മേലുള്ള ആൾക്കാർ ആ വീഡിയോ കണ്ടു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അത്രയും പേര് കാണുന്നുള്ളത്. വന്ന ആൾക്കാരെല്ലാം കമൻറ്റ് ചെയ്തത് കേരള പോലീസിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ്. ആ വീഡിയോ വന്ന് 2ാമത്തെ ദിവസം അതിൽ ഒരുത്തനെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാഴ്ചയായിട്ട് അവർ ഒളിവിലായിരുന്നു എന്ന് പറഞ്ഞിരുന്ന കേരള പോലീസ് അല്ലെങ്കിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഈ വീഡിയോ വന്ന് 2ാമത്തെ ദിവസം അവനെ അറസ്റ്റ് ചെയ്തു. അവർക്ക് അതിനുള്ളൊരു ശുഷ്കാന്തി അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു പ്രഷർ പബ്ലിക്കിൽ നിന്നുണ്ടായി. ഓക്കെ, റിയാക്ഷൻ വീഡിയോയിൽ നിന്നുണ്ടായ ഗുണമാണ് ഞാനീ പറയുന്നത്. രണ്ടാമത്, ഈ മെയിൻ പ്രതിയെ ഇന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുന്നുണ്ട്.
അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഉണ്ടാകുന്ന ഗുണങ്ങൾ ഇത്തരം കാര്യങ്ങളും കൂടിയുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന ഫ്രോഡ് തരങ്ങൾ, ഇതുപോലുള്ള കേസുകൾ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്നിരുന്ന് വിളിച്ചു പറയുമ്പോൾ അത് എത്തേണ്ടടുത്ത് എത്തുകയും കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പറയുന്നവരാരായിരിക്കും? അവരുടെ പല കാര്യങ്ങളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ എടുത്ത് വെച്ചിട്ട് എക്സ്പോസ് ചെയ്തതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. എനിവേ, ഇവിടെ ഈ പറയുന്ന കുഞ്ഞാനെപ്പോലുള്ള ആൾക്കാരുടെ പല ഫ്രോഡത്തരങ്ങളും പുറത്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് കുഞ്ഞാന് തോന്നുന്നത് ഈ പറയുന്ന പച്ച ഇറച്ചി തിന്നല്ലേ നീയൊക്കെ 10 ലക്ഷം ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നത്. ഇതിൻ്റെ പുറകിലും ഒരു പണിയുണ്ട്, ഒരു എഫേർട്ടുണ്ട്. അതാരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. ബാക്കിയേക്കാം. എന്നായിക്കോട്ടെ. വേറെന്താ, സുഖമല്ലേ? കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. എന്താ പിന്നെ സുഖമല്ല എനിക്ക്? ഇതിപ്പോൾ ഒരു ഹൗസ് വാമിങ് നിന്നിട്ട് അവിടെ വെച്ചുണ്ടായൊരു സംഭവമാണ്, സംസാരമാണ്, കോൺവെർസേഷനാണ്. അവിടെ മീഡിയ ചോദിച്ചപ്പോൾ അതിന് ഒരു ഷോ കാണിക്കാൻ വേണ്ടി കുഞ്ഞാൻ ശ്രമിച്ചൊരു കാര്യമാണ്. പക്ഷേ കുഞ്ഞാൻ അവിടെ വിചാരിച്ച കാര്യം അവിടെ നടന്നില്ല. പിന്നെ കുഞ്ഞാൻ്റെ ടോൺ മാറി, നോർമൽ ടോൺ ആയി, പിന്നെ കുശലാന്വേഷണമായി. നമുക്കതൊന്ന് കേൾക്കാം. അനക്കപ്പോ ഫാറൂഖിന്റെ പരിപാടി ഇല്ലേ കുടിയിരിക്കല്? ഞങ്ങളൊക്കെ ഫാറൂഖിന്റെ കുടിയിരിക്കലാണ്. സത്യത്തിൽ എന്താണ്, ഫാറൂഖ് അത്തോനായതുകൊണ്ട് ജോൻ ഒഴിവാക്കി, അത്രയാണ് ഇപ്പൊ. കണ്ടോ, അവിടെ അടുത്തൊരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഫാറൂഖ് ഒന്നുമില്ലാത്തവനായതുകൊണ്ട് നീ അവനെ ഒഴിവാക്കി. ലൗഡ് സ്പീക്കറിൽ ഇട്ടേക്കാണല്ലോ. അപ്പോൾ സായിയോട് മറുപടി പറയണം. ആ മറുപടി ഒരു കോൺട്രവേഴ്സി ആയി മാറണം. ഈ ഫാറൂഖ് എന്ന് പറയുന്ന ആൾക്ക് സായിയോട് ദേഷ്യം തോന്നണം. നല്ല ബെസ്റ്റ് ആളാ മോനെ കുഞ്ഞാനെ താൻ, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സായിയുമായിട്ടുള്ള കുഞ്ഞാൻ്റെ കോൺവെർസേഷൻ. ഇനി വേറൊരു കാര്യം കൂടി കുഞ്ഞാൻ പറയുന്നത്, നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. എന്തെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടിയാണ്ട് ആരെങ്കിലും പേരില് ഇങ്ങോട്ട് ഓരോന്ന് അടിച്ചങ്ങോട്ട് പോടും. അറ്റോ പൊന്നാനെ കുഞ്ഞാനെ അങ്ങനെ പറയാമോ? റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യം, കുഞ്ഞാൻ്റെ കാര്യം എന്തെങ്കിലും കാര്യമായിരുന്നു അത്. നാളുകൾ തോറും വീഡിയോസ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് കൂപ്പൺ എടുപ്പിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കൂപ്പൺ നറുക്കിടുന്നതിൻ്റെ അന്ന് ഉടായ്പ് കാണിച്ച് നറുക്കെടുപ്പ് നടത്തി സമ്മാനവും കൊടുത്ത്, വീട് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ബന്ധുക്കൾക്ക് കൊടുത്ത് അത് ആൾക്കാരുടെ അടുത്ത് വെച്ച് എക്സ്പോസ് ചെയ്തത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാ, ഈ ഫ്രോഡത്തരം പുറത്ത് കാണിക്കാൻ വേണ്ടിയല്ല. അപ്പം അത് മോശമല്ലേ പറയുന്നത് കുഞ്ഞാനെ? നിങ്ങൾ ചെയ്ത തോന്നിവാസമല്ലേ ആൾക്കാരുടെ അടുത്ത് വെച്ച് സംസാരിച്ചത് അല്ലേ? അതേ നിങ്ങൾ ഇനി ഇപ്പോൾ ഒന്ന് പറയുന്നു ആ ലോട്ടറി വിറ്റ കാശെടുത്ത് വെച്ചിട്ട് ഭാര്യയ്ക്ക് 20 പവൻ്റെ ഗോൾഡ് മേടിച്ചു കൊടുത്തു. അതിനകത്ത് ഒന്നുമില്ലെന്ന് മനസ്സിലായി. പിന്നെ നിങ്ങൾ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണെന്ന് മനസ്സിലായി. ആ കുഞ്ഞാൻ പറയുന്നു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ കുഞ്ഞാൻ എങ്ങനെ റീച്ച് ഉണ്ടാക്കിയത്? ഉടായ്പ് കാണിച്ചിട്ട് തന്നെയല്ലേ അല്ലേ? കുഞ്ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും നല്ല കാര്യങ്ങളാണോ ചെയ്യുന്നത്? നല്ല പ്രോഡക്റ്റാണോ കൊടുക്കുന്നത്? അതൊന്നും എടുത്തു വെച്ച് സംസാരിപ്പിക്കല്ലേ ദയവ് ചെയ്ത്, നാറിപ്പോവും. ബാക്കി മറ്റോളേറ്റ് ചാറ്റ് ചെയ്തു, ഉപരേറ്റ് ചാറ്റ് ചെയ്തു. പിന്നെ ആണുങ്ങളാവുമ്പോൾ കുറച്ചൊക്കെ അല്ലറ ചില്ലറ കുരുത്തക്കേടില്ലാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാവൂല. ഈ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അച്ചായൻ്റെ കേസിലാണ് പറയുന്നത്, അച്ചായൻ്റെ വോയിസ് ചാറ്റ് പുറത്തായ കാര്യവും അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരാളെ തകർക്കാൻ വേണ്ടി ഇത്തരം പരിപാടികൾ ഇറക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഈ ഇറക്കിയ ആൾക്കാരെല്ലാവരും പുണ്യാളന്മാരാണോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഉൾപ്പെടെ. നമ്മൾ ആരും നല്ലവരാണെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഒരു വെടിക്കുള്ള മരുന്ന്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരാളുടെ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പോകുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ പോകാവൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല. പിന്നെ ഒരാളോട് മെസ്സേജ് അയക്കണമെങ്കിൽ അല്ലെങ്കിൽ വോയിസ് ചാറ്റ് ചെയ്യണമെങ്കിൽ അപ്പുറത്തൊരാളുണ്ടാവണമല്ലോ. ആ ആളാരാണെന്ന് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനോടൊന്നും യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. വയറിൽ പറഞ്ഞാൽ അയാൾ ഒരുപാട് പാവങ്ങൾക്ക് നല്ലോണം സ്വന്തമായിട്ട് പണിയെടുത്തുകൊണ്ട് അധ്വാനിച്ചാണ്ട് പൈസ കൊടുക്കുകയാണ്. പാവങ്ങൾക്ക് വീട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇല്ലാന്ന് നിങ്ങൾക്ക് ആൾക്കാരും പറയണ്ടാവോ? പിന്നെ ഓരോരുത്തർ റീച്ചിനും വേണ്ടിയാണ്ട് അതെന്താ അറിയോ, പിന്നെ ഇങ്ങനെ ഓരോന്നും വേണ്ടാത്ത വർത്താനം പറഞ്ഞത് അയാൾ കൊടുക്കണ മാതിരി ആരാ കൊടുക്കല്? അത് പറഞ്ഞാൽ മതി. നല്ലോണം കൊടുക്കലില്ലേ? എൻ്റെ പൊന്ന് കുഞ്ഞാനെ, ഈ അച്ചായൻ കൊടുക്കുന്നത് പോലെ കൊടുത്തില്ലെങ്കിലും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഇല്ലെന്ന് പറയല്ലേ. എല്ലാവരും ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിലേക്ക് ഇട്ടിട്ടല്ല ചെയ്യുന്നത്. ഈ പബ്ലിക്കിലേക്ക് ഇടുമ്പോൾ അത് ആൾക്കാർ കാണുന്നു, അവിടെ ഈ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നവർ നന്മമരങ്ങളാവുന്നു. ഇത് ചെയ്യാതെ, വീഡിയോ ഒന്നും ചെയ്യാതെ ഒരുപാട് പേര് സഹായിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഈ എറണാകുളത്ത് അനസ് പാണാവളി എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്. അനസ് പാണാവളി ഒരു സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ആ മനുഷ്യന് ഒരു ദിവസം മിനിമം ഒരു 50 പേർക്ക് ഉച്ചയൂണ് കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. റോഡിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കുടിവെള്ളം കൊടുക്കുന്നുണ്ട്. അയാൾ അതെല്ലാം ഒന്നും വീഡിയോ ഇടുന്നില്ല, മനസ്സിലായോ? ഒരു നിസ്സാരമായ ഓട്ടോ ഡ്രൈവറാണ്. അയാളുടെ കയ്യിലുള്ള വരുമാനം വെച്ചും അയാൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്ന കാശൊക്കെ വെച്ചിട്ടാണ് അയാൾ അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഇല്ല എന്നൊന്നും പറഞ്ഞ് അങ്ങോട്ട് പുണ്യാളനാക്കരുത് അച്ചായനെ, മനസ്സിലായോ? അച്ചായൻ അത് ചെയ്യുന്നത് അച്ചായനും അവിടെ ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ്, ചുമ്മാ ചെയ്യുന്നതല്ലല്ലോ.
അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അച്ഛൻ വീഡിയോ എടുക്കരുത്, വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വരിക, അതല്ലോ ചെയ്യുന്നത്. അച്ഛൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അച്ഛൻ ഉണ്ടാവുന്നുണ്ടാവും, ഒരു സൈഡിൽ കൂടെ അല്ലെങ്കിൽ വേറൊരു സൈഡിൽ കൂടി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യാൻ നിൽക്കരുത്. അച്ഛൻ അത് ചെയ്യുന്നു വെച്ചിട്ട് വേറെ ആരും ചെയ്യുന്നില്ല എന്നവിടെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ 100 രൂപ ഉള്ളവൻ ഒരാൾക്ക് 10 രൂപ കൊടുക്കുന്നതും 10 രൂപ ഉള്ളവൻ ആ 10 രൂപയും കൊടുക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ അനസ് പാണാവളി എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കയ്യിലുണ്ടാവുന്ന കാശിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. മനസ്സിലായോ? അയാളൊരു സാധാരണക്കാരനാണ്, ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ തൊഴിൽ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന ഒരാൾ പോലും മിനിമം ഒരു 50 പേർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും എറണാകുളം ടൗണിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയും സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ടാവും. അപ്പോൾ കുഞ്ഞാൻ അത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. സഹായിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. പലരും വീഡിയോകൾ ചെയ്യാതെയായിരിക്കും സഹായിക്കുന്നത്. എനിവേ, കുഞ്ഞാൻ എന്തായാലും ഒന്ന് ആളാവാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഈ ഫറൂഖ് എന്ന് പറയുന്ന ആളുടെ ഹൗസ് വാമിങ്ങിന് പോയപ്പോൾ മീഡിയക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കകത്തുകൂടി സായിനെ ഒന്ന് എറിയാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ അങ്ങോട്ട് എത്തിയില്ല, അതുകൊണ്ട് കൊണ്ടില്ല. അതുകൊണ്ട് പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് എല്ലാവർക്കും ഇട്ടൊരു കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചു. അതും അങ്ങോട്ട് എത്തിയില്ല എന്നുള്ളതാണ് ഇവിടെ നടന്നൊരു കാര്യം. എനിവേ, നിങ്ങൾക്ക് കുഞ്ഞാനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കുഞ്ഞാനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.